തീവ്ര ഹൈന്ദവ നേതാവ് പ്രതീഷ് വിശ്വനാഥിനെ ബിജെപി സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ എതിർപ്പുമായി എ.പി. അബ്ദുള്ളക്കുട്ടി. സംസ്ഥാന ഭാരവാഹി ഗ്രൂപ്പിൽ നിന്ന് അബ്ദുള്ളക്കുട്ടി ലെഫ്റ്റായി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രതീഷിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പ്രതീഷിന്റെ കാര്യത്തിൽ ആർഎസ്എസിനും കടുത്ത വിയോജിപ്പുണ്ട്. ബിജെപി ദേശീയ നേതൃത്വമാണ് പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കുക. വിജിൻ വായാന്തോട് തുടരുന്നുണ്ട്. വിജിൻ, വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടല്ലേ? അമൃത, എന്തായാലും ബി.ജെ.പിയുടെ സഹഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സംസ്ഥാന നേതൃത്വം കടക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു ശേഷം അങ്ങനെയൊരു ഭാരവാഹി പുനഃസംഘടന നടന്നിട്ടില്ല. മാസങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്നുള്ള വിമർശനം ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ ഉയരുകയും ചെയ്തു. അതിനിടയിലാണ് ഈ പ്രസിഡന്റിന്റെ സർവാധികാരം, പരമാധികാരം ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളെ ഒക്കെ ഉൾപ്പെടുത്താനുള്ളൊരു നീക്കം രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നടക്കുന്നത്. അതാണ് ഈ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന തീവ്ര ഹൈന്ദവവാദിയായിട്ടുള്ള ആളെ ഈ ഭാരവാഹി പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കവുമായി രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ കടന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എ.പി. അബ്ദുള്ളക്കുട്ടിയും ഒപ്പം തന്നെ അനിൽ ആന്റണിയുമായും രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തി. ഇതിനിടെയാണ് കടുത്ത എതിർപ്പ് അബ്ദുള്ളക്കുട്ടി ഈ പ്രതീഷ് വിശ്വനാഥിനെ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരായി ഉയർത്തിയത്. അതിനുശേഷമാണ് അബ്ദുള്ളക്കുട്ടി സംസ്ഥാന ഭാരവാഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് അടിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കടുത്ത എതിർപ്പാണ് ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്ന ഭാരവാഹികൾക്കെതിരായി ഉയരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ പല മുതിർന്ന നേതാക്കളെയും ഒപ്പം തന്നെ ഒരുപാട് കാലം പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള നേതാക്കളെയും ഒക്കെ രാജീവ് ചന്ദ്രശേഖർ ഒഴിവാക്കുന്നു എന്ന കടുത്ത വിമർശനം നിലനിൽക്കുന്നുണ്ട്. കോർ കമ്മിറ്റി യോഗത്തിൽ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് പോലും എത്തിയത് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ തന്നെയാണ്. എന്തായാലും നിലവിൽ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുന്നതോടുകൂടി വലിയ തരത്തിലുള്ള എതിർപ്പും പരസ്യ പ്രതികരണവും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതിന് ഇടയിലാണ് നിലവിൽ ഈ പ്രതീഷ് വിശ്വനാഥിന്റെ പേരുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ നിന്ന് വലിയ തരത്തിലുള്ള എതിർപ്പ് ഉയർന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഒപ്പം തന്നെ അബ്ദുള്ളക്കുട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അബ്ദുള്ളക്കുട്ടി ഈ സംസ്ഥാന ഭാരവാഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി. അബ്ദുള്ളക്കുട്ടി നമ്മളെ പാവം കുട്ടിയാന്നേ. അത് ഔള്ളക്കുട്ടി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കാറ്. ഔള്ളക്കുട്ടി നിങ്ങളെ പറഞ്ഞ എത്ര ഭയങ്കര ഹൃദയ കാഠിന്യമുള്ള മനുഷ്യനൊന്നല്ല, ഒരു പാവാണ്. ഓനിക്കാകെ ചെറിയ ചെറിയ ചില സംഗതികളാ പാടുന്നു. കുറച്ച് പൈസ, കുറച്ച് സ്ഥാനമാനങ്ങൾ, അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ നിൽക്കണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. തൊട്ടടുത്ത കടയിൽ പോയി നിൽക്കാനും വലിയ പണിയൊന്നും മൂപ്പരിക്കില്ലേക്ക്. പക്ഷേ നിങ്ങളിപ്പം ചെയ്ത പരിപാടി അത് ശരിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ മൂപ്പർ എന്തായാലും പൊട്ടിത്തെറിക്കുന്നതായത് യാതൊരു ഡൗട്ടുമില്ല. പേരിൻ്റെ ലാസ്റ്റിലുള്ള കുട്ടി എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ ആള് മാനസികമായിട്ട് ചെറിയ കുഞ്ഞുമോന കുട്ടിയാണ്. അപ്പോൾ കുട്ടീനെ പേടിപ്പിക്കരുത്. വിശ്വനാഥ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ സാധനോ? ആയുധങ്ങളൊക്കെ വെച്ച് പൂജക്ക് വെച്ചതിൻ്റെ ഫോട്ടോ ഒക്കെ വന്നിക്കില്ലേ? എമ്മാതിരി ആയുധങ്ങൾ, വെറും കത്തിയും കൂടുകളെ തന്നെ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഔള്ളക്കുട്ടിക്ക് ബേജാറാക്കിയിട്ടുണ്ടെങ്കിൽ ഔള്ളക്കുട്ടിനെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഔള്ളക്കുട്ടി പറയുന്നാൽ ശരി, നിങ്ങൾ തൽക്കാലം ഇപ്പം വേറെ ഏതെങ്കിലും പാർട്ടിയിലൊന്നും ഇത്ര പൈസ കിട്ടുന്ന പാർട്ടിയൊന്നും വേറെ ഇടയിൽ ഉണ്ടാകില്ല. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഓനാടെ തന്നെ നിർത്തണം. ഓനെ വേറെ ഇടയും വിടില്ല, അവിടെ തന്നെ നിർത്തണം. പിന്നെ ഓനിക്ക് കുറച്ച് പേടികളുണ്ടാവും. ആ പേടികൾ നിങ്ങൾ ഗുജറാത്ത് കലാപെല്ലാം കണ്ടല്ലേ, പേടി ഉണ്ടാകുകയല്ലേ. അപ്പോൾ ഓനടിയായി ഇരിക്കുന്നത് വേറെ ആരെയുണ്ട് ഏരിയത്ത്? എല്ലാവരും കൂടി വട്ടത്തിലിരിക്കുന്നവർ ഓനൊറ്റക്കാ. മുണ്ട് കൈക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുവിട്ടും കൊണ്ടെങ്കിൽ കണിയും. കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വാർത്ത വന്നില്ലേ, ഏതോ ഒരു ഹോട്ടലിലെ മുതലാളിൻ്റെ മുണ്ട് കഴിച്ചു എന്ന്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഓൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ പ്രയാസമാണ്. കാരണം പേരിലോ മുണ്ട് കഴിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ മുണ്ടിൻ്റെ ഉള്ളിലും കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാനിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും. നാണം പോവും, മാനം പോവും, ജീവൻ പോവും, ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഓനെ ആടെ തന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തണങ്ങൾ, സമാധാനത്തിൽ ജീവിക്കാൻ നിങ്ങളൊരു ഇത് കൊടുത്തേക്കും എനിക്ക്. എന്തെങ്കിലും ചില്ലറ ഓനിക്ക് ആവശ്യമുള്ള നമ്മൾ പറഞ്ഞില്ലേ അത്. പിന്നെ പേടിയില്ലാത്തൊരവസ്ഥയുണ്ടാണ്. ഇപ്പോൾ ഇയാൾ വന്നേരെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നെല്ലാം പോയി എന്നാണ് കേട്ട്. ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലെല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ അതും വലിയ പ്രശ്നമാണ്. നിങ്ങളൊന്ന് നോക്കേക്ക്, ഓനെ ബേജാറാക്കല്ലേക്ക്.